സൊനാലി ഫാബിൽ ചീഫ് ഡിസൈനറായിട്ട് അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുന്നത് അതിന്റെ MD ആയിട്ടുള്ള ഞാനാണ്. എന്റെ വീട്ടിൽ ആരുടെയെങ്കിലും ഭീഷണി കേട്ടിട്ട് അപർണ മുരളി എന്റെ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല. അവര് തന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ബിസിനസ് തകർക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അതൊരു ചലഞ്ചായിട്ട് എടുക്കണം, വാശിയായിട്ട് എടുക്കണം. അപർണ മുരളി ചീഫ് ഡിസൈനറായിട്ട് തന്നെ തുടരുമെന്ന് ഉറക്കെ പറയണം. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ തന്റെ ബിസിനസ് ഒന്നും പൂട്ടിപ്പോവില്ല ഈ രാജ്യത്ത്. താൻ പറയുന്ന പോലെ ചെറിയൊരു സ്ഥാപനമായിരിക്കും ഈ കൽത്തോട്ടത്തിൽ. പക്ഷെ അതിനൊരു പാരമ്പര്യമുണ്ട്, ഗുഡ് വില്ലുണ്ട്. അതങ്ങനെ ആരെങ്കിലും വന്ന് ചവിട്ടി താത്താൻ ശ്രമിച്ചോ അത് നടക്കില്ലെന്ന് തീരുമാനിക്കുന്നത് താനും തന്റെ ആമിയും. സർ, അതുകൊണ്ടല്ല സർ. ഞാൻ കാരണം സാറിന്റെ കുടുംബത്തിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഒഴിവായാൽ തന്നെ സാറിന് മനസ്സമാധാനം കിട്ടും. ഇപ്പൊ തന്നെ വെൽഫെയർ ഗ്രൂപ്പിലേക്ക് എന്തെല്ലാം ആക്ഷേപങ്ങളാ വരുന്നത്. സാറിന്റെ ഫാമിലി ലൈഫിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാ സാറിന്റെ പപ്പയും മമ്മയും വീട്ടുകാരും ഒക്കെ. ഒറ്റ ദിവസം ആ വീട്ടിൽ നിന്നപ്പോ തന്നെ എനിക്കത് മനസ്സിലായി. ഞാൻ കാരണം സാറിന്റെ മമ്മി വിഷമിക്കാൻ പാടില്ല, അതെനിക്ക് നിർബന്ധം. നമ്മള് രണ്ടുപേരും ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നല്ലേ സർ നല്ലത്? എനിക്കും ആ ഒരു തീരുമാനമാണ് വേണ്ടത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപർണ മുരളി എന്റെ സ്റ്റാഫായിട്ട് തന്നെ തുടരണം. സർ എനിക്ക് വേണ്ടി എന്തിനാ സർ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? എന്നെക്കാളും നല്ല ഡിസൈനേഴ്സ് ഒരുപാട് പേരുണ്ട്. അന്വേഷിച്ചാൽ ഉറപ്പായും കിട്ടും. ആ പ്രതിഭ ഒന്ന് മനസ്സ് വെച്ചാൽ അവൾക്ക് നല്ല ലെവലിൽ എത്താൻ പറ്റും. അവൾക്കതിനുള്ള ടാലന്റ് ഉണ്ട്. അതവള് യൂട്ടിലൈസ് ചെയ്യാത്തോണ്ടാ സർ. മാത്രല്ല, സാറിനൊപ്പം ജീവിക്കുന്ന ഒരു ഫാമിലി ലൈഫ് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി അവള്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ അത് വളർത്തിയത് നിങ്ങളുടെ വീട്ടുകാരുമാ. എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതല്ലേ സർ നല്ലത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ ഫാമിലിയെക്കുറിച്ചും എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും താൻ ആശങ്കപ്പെടണ്ട. എനിക്കറിയേണ്ടത് താൻ എന്റെ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഭാവന മാഡം ഉൾപ്പെടെയുള്ളവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഓരോ ഇഷ്യൂ ഉണ്ടല്ലോ, സാറിനത് പ്രശ്നമല്ലായിരിക്കും. പക്ഷേ എനിക്കത് പ്രശ്നം. എന്റെ ലൈഫിനും എന്റെ ഫ്യൂച്ചറിനും അത് പ്രശ്നം തന്നെയാ. സൊനാലിയേക്കാളും വലിയ ഓഫർ കിട്ടിക്കാണും അല്ലേ? ഓഫറുകളുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല സർ ഈ അപർണ. നിങ്ങളുടെ സൊനാലിയുടെ ആദ്യത്തെ ഷോയിലെ വിന്നർ ആയിരുന്ന ഒരാളാ ഞാൻ. അത് സാറിനും അറിയാം. അന്ന് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചത് റണ്ണറപ്പിന് വേണ്ടിയിട്ടാ. എനിക്കൊരു പരിചയമില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി. അവരുടെ വിഷമം മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്ത ആളാ ഞാൻ. ഒരു ഡിസൈനർ എന്ന നിലയിൽ സാർ എന്നെ വിശ്വസിക്കുന്ന പോലെ എന്റെ ടാലന്റിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് സർ. സൊനാലിയേക്കാളും നല്ല ഓഫർ ഇപ്പോഴും എന്റെ മുന്നിലുണ്ട്. അത് സാറിനും അറിയാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് സൊനാലി ഫാബിന്റെ ഡിസൈനറായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്യണമെന്ന് തന്നെയാ. പക്ഷെ എനിക്ക് സമാധാനത്തോടെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യവും അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് MD ആയിട്ടുള്ള എന്റെ ഉത്തരവാദിത്വം. ഞാൻ ആ സ്ഥാപനത്തിൽ ഉള്ളിടത്തോളം കാലം തന്റെ ടാലന്റും പ്രസൻസും എനിക്ക് ആവശ്യമുണ്ട്. തന്നെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നങ്ങളോ? അവർക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. അവസാനം അൾട്ടിമേറ്റ്ലി ചീറ്റ് ചെയ്യപ്പെടുന്നു. തന്റെ ലൈഫിലും സംഭവിച്ചതല്ലേ? അപ്പോ സാറിന്റെ ലൈഫിലും
അങ്ങനൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടല്ലേ? സാറും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എനിക്ക് സമാധാനമായി. നമ്മളെ രണ്ടുപേരെയും ഒരേ കലപ്പയില് പൂട്ടാം. നോ, തന്റെ ലൈഫ് തനിക്ക് മാത്രമുള്ളതാ, എന്റെ ലൈഫ് എനിക്കും. ദേ, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ടോപ്പിക് അവസാനിപ്പിക്കാം, പക്ഷെ എനിക്ക് ഒരു കാര്യത്തിനുകൂടി ആൻസർ വേണം. അന്ന് ഞാൻ സാറിന്റെ വീട്ടിൽ വന്നപ്പോ, സാറിന്റെ മുറിയിൽ കയറിയപ്പോ കയ്യിലിടുന്ന ഒരു ഗിഫ്റ്റ് താഴെ വീണ് പൊട്ടിയില്ലേ? അപ്പോ സാർ എന്നോട് ഷൗട്ട് ചെയ്ത് എന്തിനാ? ആ വീണുടഞ്ഞത് സിദ്ധു സാറിന്റെ സ്വപ്നങ്ങളായിരുന്നോ? അപർണ, സ്റ്റോപ്പ്. ഇവിടെ കണ്ട് അവസാനിപ്പിക്കാനാ ഞാൻ പറഞ്ഞു. എന്റെ പ്രീവിയസ് ഹിസ്റ്ററി ചെകഞ്ഞു പുറത്തിട്ട് എന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് കളയാന്ന് താനങ്ങ് വിശ്വസിക്കണ്ട. അപ്പൊ സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്തതോ? താൻ എന്റെ ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമാണ്. ആ സ്റ്റാഫ് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. ഓ, അപ്പൊ സാർ ഇപ്പോഴും എന്നെ ഒരു ശമ്പളക്കാരി മാത്രമായിട്ടാണോ കാണുന്നത്? അതിനപ്പുറം എന്ത് സ്ഥാനോ തനിക്ക് വേണ്ടത്? പറ. നിർത്തിക്കോ. തന്റെ മമ്മിയോട് ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിക്കാനാ ഞാൻ വന്നത്. ഇനി അതിന്റെ ആവശ്യമില്ല. സോറി. സർ, 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 ആ സുന്ദര, സുന്ദരന്റെ സുന്ദരി എവിടെ? നോക്കിയിരിക്കുക. സുന്ദരനും കെട്ടിയോളി ഇവിടെ തന്നെയാണെന്നാണല്ലോ കേട്ടത്. ഞാൻ പിന്നെ എന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ പോയി താമസിക്കാനാ? കൂട്ടുകുടുംബമൊന്നും അല്ലല്ലോ. കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് കൂട്ടുകുടുംബമാ. മമ്മി വാ. ആ ഉദയഭാനുവിന്റെ മോന്റെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും കാണുമെന്നാ വിചാരിച്ചത്. അല്ല, മനഃപൂർവ്വം ഒഴിവായതാണോ? എന്റെ ഫാമിലിയിലെ ഒരു ചടങ്ങിനും മഞ്ജു അങ്ങോട്ട് കേറാറില്ല. ചേട്ടൻ വരരുതെന്ന് പറയില്ല, അത് ഞങ്ങൾക്കറിയാം. മനഃപൂർവ്വമൊന്നും അല്ല, വരണോന്ന് വിചാരിച്ചതാ. ചേട്ടന് കല്യാണം കഴിഞ്ഞ് അവിടെ നിക്കണമായിരുന്നല്ലോ മീറ്റിങ്ങിന്. എനിക്ക് പക്ഷെ അതുവരെ നിക്കാൻ കഴിയില്ല, അതാ വരാത്തത്. അതൊന്നും അല്ല മമ്മി, എന്റെ അടുത്ത് പറഞ്ഞതേ വേറെ കാരണങ്ങളൊക്കെ. അതെ, എനിക്കും എന്റെ സുന്ദരേട്ടനും നിങ്ങളൊരു കല്യാണക്കുറി പോലും അയച്ചില്ലല്ലോ. ഞങ്ങളങ്ങ് അന്യനാട്ടുകാരാണോ അതോ ഈ കുടുംബത്തിൽ പെടാത്തവരാണോ? അയ്യോ, ഞങ്ങള് കല്യാണക്കാർഡൊക്കെ അയച്ചായിരുന്നു. നിങ്ങളുടെ വീട് അഡ്രസ്സിലാ അയച്ചത്. പക്ഷേ നിങ്ങള് സ്വന്തം വീട്ടിലല്ലല്ലോ, ഇവിടല്ലേ? ഓ, അങ്ങനെ പല കാരണങ്ങളും ഒക്കെ പറയും. അല്ല, ദേവികയ്ക്ക് ഇതെന്തോ പറ്റിയേ? അങ്ങ് വല്ലാണ്ടായി. ആ കളറും ഒക്കെ അങ്ങ് പോയി. പണ്ട് എന്തൊരു സുന്ദരിയായിരുന്നല്ലോ ഏട്ടത്തി. പിന്നെ ഈ പറയുന്ന ആളങ്ങ് ചെറുപ്പമായിക്കൊണ്ടിരിക്കല്ലേ. മനസ്സ് ശരിയല്ലെങ്കിൽ കാണുന്ന കാഴ്ചയും മോശമായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല, അല്ലെ മഞ്ജു പറയട്ടെ? ദേവിയേക്ക് ഒരു കുഴപ്പമില്ല, പഴയതിനേക്കാൾ ചെറുപ്പമായിരിക്ക. സിദ്ധു എന്തിയെ? അവൻ ബംഗ്ലാവിലാണോ? അതോ ഇവിടെ ഉണ്ടോ? അതോ ഓഫീസിൽ പോയോ? അവൻ പുറത്തേക്ക് എന്തോ പോയതാ. സാറ് ലീവ് എടുത്തിരിക്കുക ഇപ്പൊ. ഇന്നലെ എവിടെയൊക്കെ മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞു വന്നപ്പോ തന്നെ ലേറ്റ് ആയി. അവൻ ഓഫ് റോഡിന് പോയതായിരിക്കും. അവൻ റൈഡിനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒറ്റ റൂട്ടാ. അതെന്താ സുജാത ഉദ്ദേശിച്ചത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപർണ, അമ്മി, ഞാൻ ഇറങ്ങും. ആ നിന്നെ അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ മധുവേട്ട? അങ്ങനൊന്നും അങ്ങനെ പറഞ്ഞു വിട്ട് കളയരുത്. ബാലുമോന്റെ ആത്മാവിന് ശാപം കിട്ടുന്ന ഒരു പരിപാടിയും ഇനി ചെയ്യല്ലേ ചെയ്യല്ലേ എന്നാണ് ആ ജോലിസിന് ഇത്രയും നേരം അമ്മീനോട് വേദം ഓതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മധുവേട്ട, ഈ മനുഷ്യനെ കൊണ്ട് ദേ ഇവളുടെ ജോലി ഇപ്പൊ തന്നെ രാജിവെപ്പിച്ചേക്കണം. നേരാണോ അമ്മ? നിങ്ങൾ കണിയാരെ കണ്ടപ്പോ ഇതൊക്കെയാണോ പറഞ്ഞത്? അതെ, ഈ പറഞ്ഞ പോലെ പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ ദുർമരണം ഇനിയും ഉണ്ടാവുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കണിയാര് പറഞ്ഞ അച്ചട്ടാണ്. അതുകൊണ്ട് ഈ മുതലാളി സാറിനോട് അങ്ങ് പറഞ്ഞേരെ ഇവളങ്ങ് വിട്ടേക്കാൻ. സാറേ, നാളെ മുതൽ ഞങ്ങളുടെ കൊച്ചപർണ സൊനാലിയുടെ ജോലിയിൽ നിന്നും ഈ നിമിഷം മുതൽ റിസൈൻ ചെയ്തിരിക്കുന്നു. റെസിഗ്നേഷൻ ലെറ്റർ നാളെ രാവിലെ സാറിന്റെ ടേബിളിൽ ഈ മധുശങ്കർ കൊണ്ടുവച്ചിരിക്കും. കട്ടായം. അല്ലെങ്കിലും അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൻ മെയിൽ അയക്കാൻ പോവാണ്. ചെല്ലത്തില്ലെന്ന് അവൻ അറിയാം. പക്ഷേ ആമി മോളെ മോളെ എന്ന് വിളിച്ച് നടക്കുമല്ലേ? കുറച്ച് മാനവർക്കുണ്ടെങ്കിൽ ഇനി ഇവളെ അവരവിടെ ജോലിക്ക് വിടത്തില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അതും കേറി തൊണ്ട കളഞ്ഞിട്ട് ഈ തള്ളയുടെ തലയിലോട്ട് എന്താ ഒന്നും കേറാത്തത്? ആരെ പറഞ്ഞു കേറിയിട്ടില്ലാന്ന്? എല്ലാം കേറേണ്ട പോലെ കേറിയിട്ടുണ്ട്.
ഇന്ന് കണിയാര് പറഞ്ഞതും കൂടി ആയപ്പോഴത്തേനെ എല്ലാം സെറ്റാ. നാളെ മുതല് അവളുണ്ടല്ലോ ആ അപ്പു ഈ അടുക്കളയില് എന്റെ കൂടെ നിന്ന് പണിയെടുക്കും. അതോട്ട് നോക്കിക്കോ. കൊള്ളാം. അല്ല, എങ്ങനെയുണ്ട് കാലിന്റെ വേദന? ആ കുഴപ്പമില്ല, വേദന മാറി. സാറെന്തൊക്കെ പറഞ്ഞു? പറഞ്ഞതെല്ലാം ഈ ആമയെ കുറിച്ചോ? എന്നെ കുറിച്ചോ? ആ. എന്ത്? ആമി ഭയങ്കര സുന്ദരിയാണ്, ആമി ഭയങ്കര മിടുക്കിയാണ്, വേണ്ടപ്പെട്ടവരൊക്കെ പോയിട്ടും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ധീര വനിതയാണ് ഈ ആമി എന്ന അമല ശങ്കർ. ഇങ്ങനെയൊക്കെയാ സിദ്ധു സാറ് പറഞ്ഞത്. ചുമ്മാ പുളു അടിക്കാതെ. ആമി, അതെ കണിയാൻ എന്തൊക്കെ പറഞ്ഞു? അത് വലിയ കഥയാ, ഞാനേ പിന്നെ പറയാം. ആ ആമി, ഇനി ബാധ കയറാൻ സാധ്യതയുണ്ടോ? ഉറപ്പാ. മമ്മി, എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. ഉണ്ടോ? കല്യാണമേ വേണ്ടതൊന്നും ഇല്ലല്ലോ. അത് ഇങ്ങനെ മഞ്ജു എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്നാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്റെ പെൺമക്കൾ രണ്ടുപേരും കൂട്ടുകാരികളെ പോലെ വീട്ടിൽ കഴിഞ്ഞതാ. ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങ് പോന്നതോടെ എന്റെ പ്രതിഭയ്ക്കാകെ മൗനമായി. അതൊന്ന് മാറിക്കോട്ടെന്ന് കരുതിയാ ഇങ്ങോട്ട് ജോലിക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ കൊച്ചിനും സന്തോഷമായി. എന്നാ പിന്നെ ആ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് എനിക്കും തോന്നി. ഏട്ടന്റെ ഭാര്യയായിട്ട് ചേച്ചി, അനുജന്റെ ഭാര്യയായിട്ട് അനിയത്തി. അവരൊരേ വീട്ടിൽ താമസിച്ചാ എല്ലാവർക്കും സന്തോഷാവില്ലേ? പിന്നെ ഞങ്ങളുടെ കുടുംബസ്ഥിതിയോ സാമ്പത്തികമൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതൊക്കെ ആയതുകൊണ്ടാണല്ലോ ഭാവനയും ശിവ കല്യാണം കഴിച്ചത്. പെണ്ണിന്റെ അമ്മയായിട്ട് ഞാൻ ഇത്രയും സംസാരിച്ചു. ഇനി പറയേണ്ടത് ചെറുക്കന്റെ അമ്മയായ മഞ്ജുവാ. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സിദ്ധുവിന്റെ പപ്പയും കൂടെ ഇവിടെ ഉള്ളപ്പോ ആലോചിക്കുന്നതാ നല്ലത്. പപ്പയോട് ആലോചിക്കുന്നതിന് മുമ്പേ നിങ്ങളാരും ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. ഈ ചെറുക്കന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ഈ നിൽക്കുന്ന ചേട്ടത്തിക്കറിയാം. ഇവൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ ഇവന്റെ പപ്പയും മമ്മിയും അംഗീകരിക്കും. സുന്ദരേട്ടാ, ആ ഫോട്ടോ എങ്ങനെ തന്നെ എടുത്തു വച്ചിരിക്കുക. നോക്കിയാട്ടെ, ഇതാ മനസ്സിലിരിപ്പ് കണ്ടാ. ഈ പെൺകുട്ടിയെ ഇവിടെ എല്ലാവർക്കും അറിയാം. ചേട്ടത്തിക്ക് അറിയാം, പപ്പയ്ക്ക് അറിയാം, എനിക്കറിയാം, എന്റെ സുന്ദരേട്ടനറിയാം. ദേ, ഈ മമ്മിക്കും ഇഷ്ടമാ, എനിക്ക് അതിനേക്കാട്ടിൽ ഇഷ്ടമാ. അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ. എന്താ സിദ്ധു ഇത്? ഏതാ ഈ പെൺകുട്ടി? ഏതാ? ആ ഇത് അപർണ. ആ ഫുൾ നെയിം അപർണ മുരളി. ഏതെങ്കിലും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. എന്റെ ആന്റി ഇനി ഈ ഫോട്ടോ കാണാൻ അധികാരമില്ല. നമ്മുടെ വെൽഫെയർ ഗ്രൂപ്പിൽ ഉൾപ്പെടെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് വേറെ ആരുമല്ല, ആന്റിയുടെ പെൺമക്കള് തന്നെ. എന്റെ ആന്റി ഞാനാണെങ്കിൽ ഡിസംബറിൽ സോണി എന്നും പറഞ്ഞൊരു പെങ്കൊച്ചായിട്ട് കല്യാണം വരെ ഉറപ്പിച്ചോ. അത് മമ്മിക്കും അറിയാം. അതിന്റെ ഇടയിലെ ഈ ഫോട്ടോ കയറി അങ്ങ് വൈറലായത്. ഓ, അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷനല്ല ഞാനിപ്പോ. അതിന്റെ ഇടയിൽ പ്രതിഭയുടെ പേരും കൂടെ വന്ന ഞാൻ മൊത്തത്തില് കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഞാൻ എന്ത് ചെയ്യും ആന്റി പറ? ഞാൻ എന്താ ചെയ്യാ? എടി, ആ ഭാവന പെണ്ണുമ്പുളിയോട് 2 വർത്തമാനം പറയണമെങ്കിലേ തലയൊന്ന് പെരുക്കണം. ഓ, വല്ലാത്തൊരു പെണ്ണുമ്പിള്ളയാ, ഒരു രക്ഷയുമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവരുടെ കണ്ണിലോട്ടൊന്ന് നോക്കുമ്പോ എന്റെ പെരുവരലിന്ന് ഒരു പെരുപ്പ് അങ്ങോട്ട് കയറി വരും. അത് പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങക്ക് സ്ഥിരമുള്ള പെരുപ്പ. എന്തുവാ പറഞ്ഞത്? മധുവേട്ടൊന്ന് വിളിക്കാൻ. ആ മതി, 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുവേട്ടൻ പിന്നെ നാക്ക് കുഴയുന്നത് ഞാൻ കാണുന്നതാ. വിളിക്ക്.
എടി അത് 4 എണ്ണം കഴിഞ്ഞാലേ നാക്ക് കുഴയത്തുള്ളൂ. 2 എണ്ണം കഴിഞ്ഞാ പിന്നെ നല്ല സ്റ്റഡിയാ. സ്റ്റഡി എങ്കിൽ സ്റ്റഡി വിളിക്കേ. അതെ, ഓ പിന്നെ വേറൊരു കാര്യം. അവളുടെ ബോസ് കിടപ്പുമുറിയിൽ വന്ന് കേറി മധുവേട്ടൻ കൈയോടെ പിടിച്ച് നാട്ടുകാരറിഞ്ഞു വളഞ്ഞു കെട്ടിയിട്ട് ഇവിടെ ആകെ നാണക്കേടായെന്നങ്ങ് പറഞ്ഞേക്കണം. അതാകുമ്പോ അവിടെ അയാളുടെ മുതലാളിമാര് അയാൾ അവിടെ കെട്ടിയിട്ടുള്ളൂ. ഇതാ നീ മണ്ടിയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇതിനെന്താ ഇപ്പം മണ്ടത്തരം? അതെ, സംഗതി മൊത്തം വഷളാക്കിയാലേ അവരെനിക്ക് തന്നിരിക്കുന്നൊരു ഓഫർ ഉണ്ടല്ലോ, അത് നീ മറക്കരുത്. സൊനാലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാമെന്ന ആ പെണ്ണുമ്പിള്ള എനിക്ക് തന്ന വാക്ക്. എന്ന് വെച്ചാൽ കൽത്തോട്ടത്തിൽ ഗ്രൂപ്പും സൊനാലി ഗ്രൂപ്പും ടൈപ്പ് ചെയ്ത അവിടെ എനിക്കും ഒരു ചെയർ ഇടുമെന്ന അവര് പറഞ്ഞത്. അല്ലാണ്ടേ അയാളെവിടെ പിടിച്ചു കെട്ടിയാൽ അതോടെ തീരത്തില്ലയോ? അതുകൊണ്ടേ ഞാനിത് തഞ്ചത്തിലങ്ങ് അവതരിപ്പിച്ചോളാം. മതിയല്ലോ? ശരി, വിളിക്ക്. ഉണ്ട്. ഹലോ മേഡം. നിങ്ങളുടെ ഫോൺ എടുക്കണ്ടെന്നാ വിചാരിച്ചത്. പറഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ മേഡം, അങ്ങനെയൊന്നും തീരുമാനിച്ച് കളയല്ലേ. ഇന്നുകൊണ്ട് ഞങ്ങളും ഒരു തീരുമാനമെടുത്തായിരുന്നു. എന്ത് തീരുമാനം? നാളെ മുതൽ അപർണ നിങ്ങളുടെ സൊനാലി ഓഫീസിൽ ജോലിക്ക് ജോയിൻ ചെയ്യത്തില്ല എന്നാര് പറഞ്ഞു? അവള് പറഞ്ഞു. അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? മേഡം 100%. മോളെ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ അടുക്കളയിൽ കയറിയോ? ഞാൻ ചായട്ടോണ്ട് തരത്തില്ലായിരുന്നോ? അതെന്താ, ഞാൻ അടുക്കള കയറിയാ പറ്റില്ലേ? ആമിക്കൊരു സ്പെഷ്യൽ ചായ ഞാൻ ഇട്ട് തരും. ഓക്കെ, ശരി. കാലെങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല, നടക്കാം. ആ പിന്നെ ഇന്നലെ കൊച്ചച്ഛന്റെ വെളിച്ചപ്പാട് തുള്ളല് നമ്മള് പ്രതീക്ഷ പോലെ നടന്നില്ലല്ലേ? മോളെ ഓഫീസിൽ പോവില്ലെന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക. ആമിയോട് വല്ലതും ചോദിച്ചോ? പ്രഭ പറഞ്ഞു ഒരു കാരണവശാലും മോളെ വിടരുത്, വിട്ടാ വലിയ പ്രശ്നമാവുന്നു. എന്നിട്ട് ആമി അവരോട് എന്തു പറഞ്ഞു? എന്തായാലും മോളിന് പോകുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്തായാലും മനസമാധാനത്തോടെ ബാധ കയറാതെ കിടന്ന് ഉറങ്ങിക്കാണും. ആ പകരവേ വേറൊരു ബാധ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആര്? നിന്റെ വല്യമ്മ. എങ്ങോട്ട്? ഇങ്ങോട്ട്. എന്തിന്? എന്തിനാന്ന് അറിയില്ല. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞതാ. ഇനി ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് ശപിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ അന്ത വലിയ വല്യമ്മ? മോളുടെ കല്യാണ നിശ്ചയത്തിന് വിളിച്ചപ്പോഴേ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ കല്യാണത്തിന് വരത്തില്ല, നടുവുളുക്കി കിടക്കുവന്ന്. അതുപോട്ടെ, ബാലുമോൻ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ട് ഒന്ന് അന്വേഷിക്ക പോലും ചെയ്യാത്ത സ്ത്രീയാ. അങ്ങനെ ഉണ്ടെങ്കിലേ അവരെ ഈ പടിക്കകത്ത് കേറ്റരുതാമി. എന്റെ ആകെയുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞ് നടക്കുവല്ലേ. എന്ത് ബന്ധം അവർക്ക് ഞാനുമായിട്ടുള്ളത്? ആയ കാലത്ത് എന്റെ അച്ഛനെ അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ സ്ത്രീയാ. ഇനി അവർ ഒരു ബന്ധവും പറഞ്ഞ് ഈ വീടിന്റെ പടി കയറണ്ട. മോളെ, നമ്മളൊന്നും പറഞ്ഞിട്ടല്ലല്ലോ, അവരായിട്ട് ഇറങ്ങിപ്പോയതല്ലേ. എന്തെല്ലാം പറഞ്ഞാലും രക്തബന്ധമല്ലേ മോളെ. മോടെ അമ്മയുടെ മൂത്ത ചേച്ചിയല്ലേ. ആമി, അങ്ങനെ വലിയ ബന്ധമായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാതായ സമയത്ത് സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്നല്ലോ. അപ്പൊ ആമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ലാതെ അവരിങ്ങോട്ട് കയറി വന്നിട്ടുണ്ടോ? എന്തേലും ആവട്ടെ മോളെ, വരുന്നേ വന്നിട്ടെങ്ങ് പോട്ടെ. ഒരു പ്രായമായി കഴിയുമ്പോ ആൾക്കാരുടെ മനസ്സൊക്കെ ഒന്ന് മാറും. അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി. ഇപ്പൊ വരും. ആ അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. വല്യമ്മയും കൊച്ചുമോളും കൂടി അങ്ങ് ഉണ്ടാക്കിയാ മതി, സാരില്ല. ഞാൻ എന്നാ ഇപ്പൊ പോയിട്ട് മട്ടൻ മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ മധുവേട്ടനെ വിടാം. അത് വല്യമ്മയും കുഞ്ഞമ്മയും കൂടി അങ്ങ് പോയി മട്ടനൊക്കെ വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിച്ചു. എനിക്ക് ഓഫീസിൽ പോണം. ഏത് ഓഫീസില്? സൊനാലി ഫാബില്. നീ അങ്ങനെ സൊനാലിയിൽ പോകുന്നുണ്ടോ? പിന്നെ ഞാനല്ലാതെ സൊനാലിയിൽ കുഞ്ഞമ്മ പോയി വർക്ക് ചെയ്യോ?
മധുവേട്ടാ, മധുവേട്ടാ. രണ്ടൂടെ ഭയങ്കര കുശുകുശപ്പാണല്ലോ. എന്റെ ചേച്ചി വളർത്തി വഷളാക്കി കൊണ്ട് നടക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ ആകെയുള്ളൊരു പെൺതരിയാ. മാനക്കേടുണ്ടാക്കും. മോളെ കുറച്ചു ദിവസം ഇവിടെ നിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം നോക്കാം. വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. ആമി വലിയ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കണ്ട കേട്ടോ. പ്രഭയം അതും കൂടി പ്ലാൻ ചെയ്ത് വരുത്തിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തേലും കാണും. നമുക്ക് നോക്കാം. ദേ, എന്തായാലും മോള് പോയിട്ടെ സമാധാനമായിട്ട് ജോലി ചെയ്യും കേട്ടോ. സാറിനെ വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യരുത് കേട്ടല്ലോ. ഇവിടെ നടന്ന കാര്യമൊന്നും ചോദിക്കുകയും പറയുകയോ ഒന്നും ചെയ്യണ്ട. പിന്നെ സിദ്ധു സാർ എന്നെ ഒഴിവാക്കിക്കൊണ്ട് മെയിൽ വല്ലതും അയച്ചിട്ടുണ്ടോന്ന് അവിടെ ചെല്ലുമ്പോ അറിയാം. കാല് നോക്കിയോണേ. ആ ശരി, ഞാൻ പോയിട്ട് വരാം. ആ ചെക്കൻ ചാടി ചത്തതാണോ അതോ വല്ലവരും? എന്റെ പൊന്നി ചേച്ചി, എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. വരുന്നുണ്ട്. കൊച്ചിന് എത്ര മണി വരെയാ ഓഫീസ്? 5 മണി വരെയാ. 5 മണി വരെ എന്നൊക്കെ പറയും. ചിലപ്പോ 8 മണിയാവും, ചിലപ്പോ 10 മണിയാവും, ഇനി ചിലപ്പോ നേരവും വിളിക്കും. ഫാഷന്റെ ബിസിനസ് അല്ലേ. നേരാണോ? ഓ നേര്. ചേച്ചി വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. പുലർനം വന്നല്ലേ ഇന്ന്? ഇല്ല സർ. ഇന്ന് ലീവാണോ? അല്ല സർ. ഇതൊന്നും നേരത്തെ ഇൻഫോം ചെയ്യില്ലേ? മെയില് തന്നിരുന്നു സർ. സാറ് ചെക്ക് ചെയ്യാഞ്ഞിട്ടാ. സാറും ഇന്നലെ ലീവായിരുന്നല്ലോ. ഇവിടെ ചിലരൊക്കെ ലീവ് എടുത്ത് പോകുന്നേ പ്രോപ്പറായിട്ട് ഫയലിൽ രജിസ്റ്റർ ചെയ്തിട്ടല്ലോ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഈ ഓഫീസിൽ എല്ലാവരും 9:30 തന്നെ എത്തിയിരിക്കണം. 10 o'clock മീറ്റിംഗ്. അതില് എല്ലാവരും അറ്റൻഡ് ആയിരിക്കണം. ഓക്കെ സർ. ഓക്കെ ശരി. സോണി, എന്തായാലും അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലേ അതെ ഈ MD-യുടെ പിടിപ്പേട വന്നു കയറിയ സ്റ്റാഫുകളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. അതെ, ബിസിനസ് കാര്യങ്ങൾ താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അയ്യോ, ഞാൻ ആരെയും പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല. ഇന്നലെ സാറ് എന്റെ വീട്ടിൽ വന്ന് എന്റെ ആമിയുടെ മുന്നിൽ പറഞ്ഞിട്ട് പോയത് എന്താ? അപർണ മുരളിക്ക് സൊനാലിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാ മതി, ഒരു മെയില് തന്നേക്കാംന്ന്. സത്യത്തിൽ സാറേ, ഇന്നലെ രാത്രി വെളുക്കുന്നവരെ ഞാൻ കാത്തിരുന്നു സാറിന്റെ ടെർമിനേഷൻ ലെറ്ററിന് വേണ്ടി. ഒന്നുമില്ലെങ്കിൽ എന്റെ സ്കൂട്ടർ എടുത്ത് പെട്രോൾ അടിച്ച് എന്റെ കാശും കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പടിച്ച് വരണ്ടായിരുന്നല്ലോ. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ആ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സാറെല്ലാം കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഇരിക്കടോ. അശോ, ആ മര്യാദയെങ്കിലും കാണിച്ചല്ലോ. റിലീവ് ചെയ്തു പോകുന്ന ഒരു സ്റ്റാഫിനോട് ഒരു മിനിമം മര്യാദയെങ്കിലും സിദ്ധു സാർ കാണിച്ചല്ലോ. താങ്ക് യു. ആ വണ്ടർ ത്രെഡിന്റെ MD മിസ്റ്റർ റോയ് ഒരു ബൾക്ക് ഓർഡർ തന്നിട്ടുണ്ട്. എനിക്കൊരു പേഴ്സണൽ മെയിൽ ഉണ്ടായിരുന്നു. തനിക്കും മെയിൽ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. അത് വലിയ ഓഫർ അല്ലേ. അപ്പൊ പിന്നെ എന്നെക്കാളും ടാലന്റും എക്സ്പീരിയൻസും ഉള്ള ആളിനെയല്ലേ സാർ എടുത്തിരിക്കുന്നത്. എനിക്കിനിയിപ്പോ സമാധാനമായിട്ട് പിരിഞ്ഞു പോവാലോ.
താൻ ഈ സ്ഥാപനം വിട്ടുപോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. തന്നെ കൊണ്ട് ഈ സ്ഥാപനം വിട്ടുപോകാൻ പറ്റില്ലടോ, എനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? ഉറപ്പുണ്ട്. അപ്പൊ ഞാനൊരു കല്യാണം കഴിച്ചു പോയ സാർ എന്ത് ചെയ്യും? ഇവിടെ സൊനാലി തന്നെ നിക്കണമെന്നൊന്നുമില്ലല്ലോ. എന്റെ കെട്ടിയോൻ പറയുന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ കൊറേ ട്രൈ ചെയ്തതാ. നമ്മളീ സൗത്തിൽ നിന്നുള്ളവരെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന്റെ ഹെഡ് ഒരു മലയാളിയാ. പക്ഷെ മലയാളികളെ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് നല്ല ഓഫറാ. അവിടെ ജോയിൻ ചെയ്യാനാ പറഞ്ഞത്. ഓ, മാത്രല്ല മോഡലിംഗ് സെക്ഷനിലെ ഫുൾ ചാർജും തരാന്നായിരുന്നു ഓഫർ. ഞങ്ങളെ റോയ് സാറിന്റെ മുന്നില് പ്രസന്റേഷൻ നടത്തിയായിരുന്നു. സോണിയും ദിയയും ഞാനും കൂടിയായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. വണ്ടർ ത്രെഡിന്റെ സൈറ്റില് സാർ അത് പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. പിന്നെ അപർണയുടെ ഡിസൈനും പ്രസന്റേഷനും സൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞ സൊണാലിയില് ജോബ് ട്രൈ ചെയ്തത് തന്നെ അപർണയുടെ പ്രസന്റേഷൻ കണ്ടിട്ടാ. അതൊന്നുമല്ല. വണ്ടർ ത്രെഡിന്റെ ഓഫർ കിട്ടിയതേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പപ്പ വിളിച്ചു പറഞ്ഞിട്ടാ. ഇത് പ്രതിഭ, സൊനാലി ബംഗ്ലാവെന്ന MD സാറിന്റെ കസിനാ. ഓഹോ. അല്ല, മാഡം ഇവിടെ എന്ത് പോസ്റ്റില്ല? അങ്ങനൊന്നുമില്ല, എനിക്ക് ഏത് പോസ്റ്റ് വേണമെങ്കിലും ഇരിക്കാം. ഓ, പ്രതിഭ ഡിസൈനറാ. എന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. അല്ല, ഇയാള് റിസൈൻ ചെയ്ത് പോവാണെന്നാണല്ലോ പറഞ്ഞത്. വീണ്ടും വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ പോണോന്ന് പറയൂ. അങ്ങനെ വന്ന സൊനാലി ഫാബിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യം അത്. സൊനാലി ഫാബിന്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ആവരുത് എന്ന് കരുതിയ സിദ്ധു സാർ എന്റെ വീട്ടിൽ നേരിട്ട് വന്ന് ജോലി കണ്ടിന്യൂ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തത്. സിദ്ധു വീട്ടിൽ വന്നിരുന്നോ? സാർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്റെ അമ്മയുടെ അടുത്ത് സാറ് റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഞാൻ ഇന്ന് ജോലിക്ക് വന്നത് തന്നെ. ആമി, ഇതുപോലെയുള്ള മുതലാളിമാരുടെ കുഴപ്പമായത്. നല്ല പെമ്പിള്ളേരെ അങ്ങ് സ്റ്റാഫായിട്ട് വെക്കും. ഓരോരോ മുതലാളിമാരുടെ അടുത്ത് അവരുടെ ബിസിനസ് അങ്ങ് പുഷ്ടിപ്പെടുത്താൻ അവര് കാഴ്ചവെക്കും. ഈ മുതലാളിയുടെയും പദ്ധതി അതൊക്കെ തന്നെ ആയിരിക്കും. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ എന്താ പറയുന്നേ? സോണാലിക്കാരെ അങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ കൽത്തോട്ടത്തിക്കാരെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറിവെന്ന് ആക്ഷേപിച്ചാലുണ്ടല്ലോ, ദേ പെണ്ണുമ്പോളെ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല. ആനന്ദൊന്നും മിണ്ടായിരുന്നേ. അല്ല അമ്മി, പറയാനുള്ളത് പറയണ്ടേ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം, മിണ്ടാതിരിക്കെ. ഇവര് പറയട്ടെ എന്തിനാ വന്നേന്ന്. മാഡം ഇരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം അത് പറ. ഞങ്ങളുടെ സിദ്ധു മര്യാദയ്ക്ക് ജീവിച്ച ചെറുക്കന് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു ശമ്പളക്കാരി കാരണം മാനം കെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതെ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എത്ര ലക്ഷം രൂപ വേണം? ആ പണം തരാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിങ്ങളുടെ മകളെ ഇവിടെ വിട്ട് വേറെ എവിടെ വേണേലും കൊണ്ടുവിട്ടോ, ആർക്ക് വേണേലും കാഴ്ച വെച്ചോ. എത്രയാ വേണ്ടത്? എത്ര ലക്ഷം വേണേലും തരാൻ ഞങ്ങൾ തയ്യാറാ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. എന്റെ മകൾക്കും എന്റെ മാനത്തിനും നിങ്ങൾ വിലയിടുവാണോ? ആണോ? അവക്ക് തന്റെ തള്ളി ഇല്ലാഞ്ഞിട്ടും അന്തസ്സോടെ ഞാൻ വളർത്തിയത്, കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ മോക്ക് വേറെ മിടുക്കാണെന്ന്. അതെ, എന്റെ മോളെ മിടുക്കിയായിട്ടാ ഞാൻ വളർത്തിയത്. അവൾ എവിടെ ചെന്നാലും അവളുടെ ജോലിയിൽ നമ്പർ 1 ആയിരിക്കും. മാഡത്തിന്റെ ലക്ഷ്യം എന്താന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ മോളെ സാറ് ഓഫീസിലെ ചീഫ് ഡിസൈനർ ആയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലേ അത് അവളുടെ മിടുക്കാം. നിങ്ങളുടെ അനിയത്തി അതേ പോസ്റ്റിൽ വരാൻ പറ്റാതെ പോയത് അവളുടെ കഴിവുകേടാ. അതെ, എന്റെ അനിയത്തി കഴിവ് കെട്ടവള് തന്നെ. അവക്കെ ആമ്പിള്ളാരുടെ തോളെ തൂങ്ങാനുള്ള മിടുക്കില്ല. നിങ്ങളും നിങ്ങളുടെ മോള് സ്വപ്നം കാണുന്നത് സൊണാലിയുടെ സമ്പത്ത് തന്നെ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കൽത്തോട്ടത്തിക്കാരുടെ ബട്ടൺസിനും നൂലിനും ലോകത്തെവിടെയും മാർക്കറ്റ് ഇല്ലാതെ വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ മോളെ പറഞ്ഞു വിട്ടിരിക്കല്ലേ ജോലിക്ക്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോക്കും പൈസയാണ് ആവശ്യമെങ്കിൽ അത് തന്നു തീർക്കാനാ ഇങ്ങോട്ട് വന്നത്.
ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനാ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ സ്വത്തും പണവും കണ്ടിട്ടല്ല മാഡം എന്റെ മോൾ അവിടെ ജോലിക്ക് വന്നത്. എന്റെ മോൾ ഈ ജോലി വേണ്ടാന്ന് തീരുമാനിക്കുന്നത് വരെ സോനാലി തന്നെ ജോലി ചെയ്യണമെന്നാ സാറ് പറഞ്ഞത്. പക്ഷെ എന്റെ മോളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല, സാറിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. നമുക്കങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല മോളെ. മോൾ അങ്ങനെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം, സാർ അങ്ങനെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഇനി അവരെന്ത് പറഞ്ഞു നടന്നാലും നമ്മളെ അത് ബാധിക്കില്ല. മനുഷ്യന് മനസമാധാനം ആവരുത്. ഈ സൊനാലിക്കാരിൽ നിന്ന് ആ സമാധാനം ഇനി കിട്ടുമെന്ന് തോന്നില്ല മോളെ. മോളെ, മോളിനി സൊനാലിയിൽ ജോലിക്ക് പോണ്ട. വേണ്ട മോളെ. മോളുടെ ഒരു ആഗ്രഹത്തിനും ഒരഭിപ്രായത്തിനും ഈ ആമി എതിര് നിന്നിട്ടില്ല, നിൽക്കുകയില്ല. പക്ഷെ ഇനി ഇത് വേണ്ട മോളെ. നമ്മള് കാരണം, മോള് കാരണം സാറിന്റെ കുടുംബക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആ ജോലി ഇനി നമുക്ക് വേണ്ട. ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി നാളെ തന്നെ കൊടുത്തേരെ. ആമി റിസൈൻ ചെയ്യാനോ? അതെ മോളെ, ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ആമി, പക്ഷെ സാർ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അസൈൻ ചെയ്തതും എഗ്രിമെന്റ് ചെയ്തതും ഒക്കെ എങ്ങനെ വിശ്വസിച്ച റിസൈൻ ചെയ്ത് പോവാന്ന് വെച്ചാ അത് സാറിന് ഫേസ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ഇഷ്യൂലേക്ക് പോവും. അതിനേക്കാൾ വലിയ ഇഷ്യൂ ആ മോളെ ഞാനിന്ന് ഫേസ് ചെയ്തത്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആമിക്ക് പറ്റില്ല. മോളത് വിട്ടേര്. ആമി, ഞാൻ എങ്ങനെ സദ്യ സാറിനോട് പറയും? മോക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇന്നിവിടെ കയറി വന്ന് മോളെ ആക്ഷേപിച്ചത് സാറല്ലെങ്കിലും സാറിന്റെ വീട്ടുകാരാ. നാളെ ആയാലും അവരൊരുമിച്ച് നിൽക്കും. എന്റെ മോളെ അവര് വളരെ മോശക്കാരിയായ കാണുന്നത്. എന്റെ മോക്കിനെ അത് വേണ്ട. മോളില്ലേലും അവർക്ക് 100 സ്റ്റാഫിനെ കിട്ടും. മോളില്ലാന്ന് വെച്ച് സോനാലി ഫാബ് അങ്ങനെ പൂട്ടി പോകുന്നില്ല. അതവര് നോക്കിക്കോളും. അതുകൊണ്ട് നാളെ രാവിലെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് പോരെ. ഇനി മോക്ക് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൂടെ വരാം. വേണ്ട ആമി, ഞാൻ പോ. എന്റെ ആമി എന്ത് പറഞ്ഞാലും ഞാൻ ആ വാക്കുകൾക്ക് ഏറ്റവും വലിയ വില കൊടുക്കുന്നത്. ഈ ആമിയെ വേദനിപ്പിച്ചോണ്ട് ഈ മോൾക്ക് ഒരു തീരുമാനവും ഇല്ല. ഞാൻ കാരണം എന്റെ ആമി വിഷമിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ പോയിക്കോളാം ആമി. പോയി സാറിനെ കണ്ട് റിസൈൻ ചെയ്ത് പോന്നോളാം. പക്ഷെ എന്നെ സൊനാലി ഫാബിന്ന് റിസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് കയറിയ ദിവസം മുതൽ അവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്നും അതിന്റെ കാരണം എന്താണെന്നും എന്റെ മുഖത്ത് നോക്കി അവര് പറയണം. എനിക്ക് കൃത്യമായിട്ടൊരു മറുപടിയും വേണം. എന്നെയും സാറിനെയും ബാലുനെയും ചേർത്ത് ഇത്രയും വലിയ ആക്ഷേപിക്കൽ നടത്താൻ ഇത്ര വലിയ തെളിവെന്താണെന്നും എന്റെ മുന്നിൽ അവര് പറയണം. പറയാതെ ആമിയുടെ ഈ മോള് വെറുതെ ഇരിക്കില്ല. മോളെ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. വേണോ ആമി? നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ കൽത്തോട്ടത്തിൽക്കാരും ഒട്ടും മോശമല്ലെന്നും ഈ അപർണ ആമി ആരാണെന്നും സൊണാലിക്കാർ അറിയണം.
മഞ്ജു വിഷമിക്കണ്ട. ആ കുട്ടിക്ക് അല്ലാതെ തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. നമ്മളതിനൊരു തടസ്സം നിൽക്കണ്ട. ഞാൻ സിദ്ധുവിനോട് പറഞ്ഞോളാം. അതിന് പകരം ബോംബെയിൽ നിന്ന് 2 ഡിസൈനേഴ്സിനെ കൊണ്ടുവരും. പിന്നെ ദേവിക വന്നത് സിദ്ധുവും മുന്നുവുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യത്തിലാണെന്ന് മഞ്ജു പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും പരാതിയില്ല, മഞ്ജുവിനും പരാതിയില്ല. പക്ഷേ ലൈഫ് അവരുടേതാ, അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നമുക്ക് പേരൻസിന് ഒരു റൈറ്റും ഇല്ല. മുന്നൂന് അവനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതവള് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവൻ ആരെയാ ഇഷ്ടമെന്ന് അവനാണ് പറയേണ്ടത്, അത്രേ ഉള്ളൂ. അവർണയ്ക്കറിയാം. മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അത് ഓഫീസിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അല്ലാതെ വീട്ടിൽ പോയി എന്റെ ആമിയുടെ മുഖത്ത് നോക്കി മോശമായിട്ട് സംസാരിക്കല്ല വേണ്ടത്. ഞാൻ മോശമായ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. ഇവള് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്, ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ. സിദ്ധു സപ്പോർട്ട് ചെയ്ത് പോട്ടേന്ന് വെക്കാം, ഈ മമ്മിയും കൂടെ സപ്പോർട്ട് ചെയ്ത് എന്തിനാ മമ്മി? ആ ഫോട്ടോ ഇവിടെ കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാന്ന്. മമ്മി ഇവിടെ നിന്ന് ഓഫീസിലൊന്ന് പോയി നോക്ക്. ആ സ്റ്റിച്ചിങ് സെഷനിലോ മാർക്കറ്റിംഗ് സെഷനിലോ ഒക്കെ കേറി ഇറങ്ങി നോക്ക്. നാണം കെട്ട് പോവും മമ്മി. എന്ന് കരുതി ഈ കുട്ടിയുടെ അമ്മയോട് മോശമായിട്ട് സംസാരിക്കാണോ വേണ്ടത്? മാഡം, ഇവർ ആമിയുടെ മുന്നിൽ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? മാഡത്തിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛനും അമ്മയും എല്ലാരും ഇല്ലാതായിട്ട് നോക്കാൻ ആരും ഇല്ലാതെ വല്ല അനാഥാലയത്തിലും വളരേണ്ട എന്നെ പൊന്നുപോലെ നോക്കി ഈ നിമിഷം വരെ കൊണ്ടു നടന്നത് എന്റെ ആമിയാ. ഞാൻ അവർക്ക് വേണ്ടിയാ ജീവിച്ചത്, അവരെനിക്ക് വേണ്ടിയും. എന്റെ ആമിയെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഒരു സ്ത്രീയും എന്റെ കുടുംബത്തിൽ കയറി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ വലിയ മിടിക്കൊന്നും അവണ്ട. നീ വൃത്തിയോട് കാണിച്ചതുകൊണ്ടല്ലേ നിന്റെ അമ്മയുടെ മുന്നിൽ വന്നിന്ന് ഞാൻ സംസാരിച്ചത്. അപർണയോടും അവളുടെ അമ്മയോടും മോശമായിട്ട് സംസാരിക്കാൻ ചേട്ടത്തിക്ക് എന്താ അധികാരം ഉള്ളത്? ഇതാദ്യമായിട്ടൊന്നുമല്ല, പലതവണ എന്റെ ഓഫീസിൽ വെച്ച് പോലും ഈ കുട്ടിയെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. മമ്മി വിളിച്ചിട്ടാ അന്ന് ഈ കുട്ടി വീട്ടിലോട്ട് വന്നത്. ഞാൻ മോശമായിട്ട് സംസാരിച്ചാണോ കുഴപ്പം? ആണോ? ഇവള് എന്തെല്ലാം മോശപ്പെട്ട പ്രവൃത്തികളാ കാണിച്ചു വെച്ചിട്ടുള്ളത്. പാതിരാത്രി മുഴുവൻ ഇവള് നിന്നെ കൊണ്ട് എവിടെ പോയിരിക്കായിരുന്നു? അതൊക്കെ നല്ല കാര്യമായിരുന്നോ? നീ നിന്റെ പൊസിഷൻ മറന്നു, നമ്മുടെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ മറന്നു. പല തവണ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. ഇവളെ കടപ്പുറത്തും ബീച്ചിലും ഒക്കെ കൊണ്ട് നടന്നില്ലേ നീ? ഇതൊക്കെ നല്ല കാര്യമായിരുന്നോ? ആയിരുന്നോ? അവസാനം അവളുടെ കിടപ്പുമുറി വരെ കയറി ചെന്നിരിക്കുന്നു. മമ്മി, വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ സിദ്ധുവിനെ കൊണ്ട് നാട് കടന്നേനെ. നിർത്തിക്കേ, ഒരുപാട് കൂടുന്നുണ്ട്. ഈ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കുട്ടിയുടെ അമ്മ ആരായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭാവന, നീ ആ വീട്ടിൽ പോയതും ആ അമ്മയോട് മോശമായിട്ട് സംസാരിച്ചതും ഒട്ടും ശരിയായില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാദ്യം എന്നോട് പറയാമായിരുന്നു. ആരെയെങ്കിലും അപമാനിക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? പറയ്. എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ തല്ലണ്ട. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ. എന്റെ ലൈഫിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ആമിയാ. എന്റെ ആമി ചെറുപ്പം മുതൽ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു കൾച്ചറുണ്ട്. അതാണ് ജീവിതകാലം മുഴുവനുള്ള എന്റെ സമ്പാദ്യം. ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്.
സൊനാലി ഫാബിൽ ഒരു ജോലി എന്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് കാലം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരുപാട് പഠിച്ചു. ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനുള്ള അനുഭവങ്ങൾ എനിക്ക് കിട്ടി. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. അങ്ങേപോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സാറിന്റെ കൂടെ കുറച്ചു കാലമെങ്കിലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഒരു ബിസിനസ്മാനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യ സ്നേഹിയെ ഞാൻ സൊനാലിയിൽ കണ്ടത്. നന്ദിയുണ്ട് സർ. ഞാൻ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം.